പെഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും സംബന്ധിച്ച് സത്യമെന്താണെന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കിയെന്ന് ശശി തരൂർ. പാക് ഭീകരത ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശശി തരൂർ നയിച്ച പ്രതിനിധി സംഘം ദൗത്യം പൂർത്തിയാക്കിയ വേളയിലാണ് തരൂരിന്റെ പരാമർശം. 100 ജന്മം ജനിച്ചാലും തന്റെ രാജ്യത്തെ സ്നേഹിക്കുമെന്ന് ആത്മാഭിമാനത്തോടെ കുറിപ്പും എക്സിൽ പങ്കുവച്ചാണ് ശശി തരൂർ ദൗത്യം പൂർത്തിയാക്കിയത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇത് അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നടപ്പിലാക്കി എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ തന്നെ എങ്ങനെയൊക്കെ ലോകത്തെ ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന കാര്യം മനസ്സിലാക്കുന്നു? വീണ, തീർച്ചയായും കൃത്യമായൊരു അവബോധം ലോകത്തിന് നൽകുന്നതിന് ഇത് സംബന്ധിച്ച്, അതായത് പെഹൽഗാം ആക്രമണവും അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിശദാംശങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ ഏറെ നിർണായകമായ പങ്ക് വഹിക്കുകയും ഏറെ വിജയം നേടുകയും ചെയ്ത ഒരു യാത്രയായിരുന്നു ഈ ഡെലിഗേഷൻ്റെ, അതായത് ശശി തരൂർ നയിച്ച ഡെലിഗേഷൻ്റെ യാത്ര എന്നത് നമുക്ക് വാർത്തകളിൽ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ അവസാന ദിവസം തന്നെ ഉണ്ടായ പല മറുപടികളും, അതായത് അമേരിക്കയുടെ ഇടപെടലുണ്ടായി എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചു. അതായത് വെടിനിർത്തലുണ്ടായ അന്ന് തന്നെ അമേരിക്കയാണ് ഇതിന് പിന്നിൽ എന്ന രീതിയിൽ ട്രംപ് പോലും ചില ട്വീറ്റുകൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് കൃത്യമായൊരു വിശദീകരണം ലോകത്തിന് നൽകുക എന്ന കൃത്യമായൊരു ഉദ്ദേശം തന്നെയായിരുന്നു ശശി തരൂർ തൻ്റെ യാത്രയിലുടനീളം മുന്നോട്ട് വെച്ചിരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നും വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത്, ഭാരതം ഭീകരതയ്ക്കെതിരായി നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ്. ഭീകരതയ്ക്കെതിരെ ഭീകരത കൊണ്ടല്ല, മറിച്ച് സൈനിക നൈതിക നടപടികളിലൂടെയാണ് ഭാരതം ഭീകരതയെ കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ അതേ രീതിയിൽ തിരിച്ചടിക്കാനുള്ള ഒരു സന്നദ്ധത ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടാവുകയില്ല. എന്തെങ്കിലും തരത്തിൽ ഭീകരത തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് സൈനികമായ നീക്കത്തിലൂടെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുടെ ഭാഗമായി തന്നെ നടത്തും, അന്താരാഷ്ട്ര ധാരണകൾക്ക് അനുസരിച്ച് തന്നെ നടത്തുമെന്ന കൃത്യമായൊരു നിലപാട് ശശി തരൂർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, മറ്റൊരു പ്രധാന ഘടകം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഇത്തരത്തിൽ മാധ്യസ്ഥം വഹിച്ചു എന്ന രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന ആരുടെയും അവകാശവാദം വസ്തുതയല്ല, മറിച്ച് ഈ ഒരു നിലപാട്, അതായത് സൈനിക നടപടി ഭീകരവാദത്തിനെതിരെ കൃത്യമായി കൈക്കൊള്ളുമെന്നും ഭീകരത തങ്ങളുടെ രാജ്യത്തെ, അതായത് ഭാരതത്തെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ റിസ്കിലാക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ ആ കാര്യം കൈകാര്യം ചെയ്യുന്നത് സൈനിക നടപടിയിലൂടെ വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളിലൂടെ ആയിരിക്കും. ആ കാര്യം ഏതെങ്കിലും രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് തീർച്ചയായും നമുക്കതിന് വായിച്ചെടുക്കാവുന്നതാണ്, രാജ്യങ്ങളുടെ പേര് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും അമേരിക്ക അത്തരത്തിലൊരു നിർദ്ദേശം പാകിസ്ഥാന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിൻ്റെ മധ്യസ്ഥം വഹിക്കലല്ല, മറിച്ച് ഭാരതത്തിൻ്റെ നിലപാട് കുറെ കൂടി കാര്യക്ഷമമായി അറിയിക്കലാണ്. അത് മധ്യസ്ഥമല്ല. അത്തരത്തിലൊരു സഹായം, അത്തരത്തിലൊരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന്, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം. അതിനെ മധ്യസ്ഥം എന്ന് പറയാൻ സാധ്യമല്ല, അത്തരത്തിലൊരു മാധ്യസ്ഥം അനുവദിക്കുകയുമില്ല എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മറ്റൊരു സുപ്രധാനമായൊരു കാൽവെപ്പ് എന്ന് പറയാവുന്നത് കൊളംബിയ സന്ദർശനം നടന്ന സമയത്ത് കൊളംബിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണമാണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് അനുശോചനം അറിയിക്കുന്നൊരു നീക്കം ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ പ്രതികരിക്കുകയും കൃത്യമായി മാധ്യമങ്ങളോട് അദ്ദേഹം പറയുകയും ചെയ്തു. അതിനുശേഷം അക്കാര്യങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് ആക്രമണം നടന്നത്, ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, കൊല്ലപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്, കൊല്ലപ്പെട്ട ആ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് അത് UN ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്, കൊല്ലപ്പെട്ട ആളുകളെ UN എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലെല്ലാമുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി കൊളംബിയൻ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തതോടെ ആ അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പ് തന്നെ അദ്ദേഹം കൊളംബിയ പിൻവലിക്കുകയും ചെയ്തു എന്നത് മറ്റൊരു പ്രധാന നേട്ടമാണ്. ഇത്തരത്തിൽ ഈ രണ്ട് കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ, പ്രധാനമായും കൊളംബിയയുടെ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ, കൊളംബിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച സാഹചര്യത്തിൽ കൃത്യമായി അത് പിൻവലിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കാൻ ശശി തരൂരിന് സാധിച്ചു എന്ന് പറയുന്ന ആ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് ഭാരതം ഇക്കാര്യത്തിൽ നിലപാടെടുത്തത്, എന്താണ് ഭാരതം ഈ നടപടി സ്വീകരിക്കാൻ കാരണമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനായി എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിർണായകമായ നീക്കങ്ങൾ 5 രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ ഏറ്റവും നിർണായകവും സുപ്രധാനവുമായ നീക്കങ്ങൾ അദ്ദേഹം നടത്തിയതിന് ശേഷമാണ് തിരിച്ചെത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഏറെ മനോഹരമായൊരു കുറിപ്പാണ്. കാവ്യാത്മകമായ ഭാഷയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഇനിയൊരു 100 ജന്മം ജനിച്ചാലും തൻ്റെ രാജ്യസ്നേഹം വീഴ്ചയില്ലാതെ തുടരുമെന്നത്. ഇതിനെ ഒരു കവിതയുടെ മനോഹാരിത ഇക്കാര്യത്തിനുണ്ട് എങ്കിൽ കൂടി അതിൽ കൃത്യമായൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയുണ്ട്. രാഹുലിൻ്റെ ചില പ്രസ്താവനകളെല്ലാം തന്നെ വന്നിരുന്നു. അത്തരത്തിലുള്ള പ്രസ്താവനകളും അദ്ദേഹത്തെ അയക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കേണ്ട സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനെല്ലാമുള്ള മറുപടിയായി കൂടി ഈ കവിതയെ കാണാൻ സാധിക്കും. എന്തു തന്നെയായാലും 100 ജന്മം ജനിച്ചാലും ഇനിയുള്ള 100 ജന്മം ജനിച്ചാലും തൻ്റെ രാജ്യസ്നേഹം അചഞ്ചലമായി തുടരുമെന്ന് കൃത്യമായി പറയുന്ന ശശി തരൂരിൻ്റെ നിശ്ചയദാർഢ്യത്തെ ഈ യാത്രയിലുടനീളം കാണാൻ സാധിച്ചു എന്നത് വസ്തുത തന്നെയാണ്. ഓക്കെ, ശരി ഐസൺ. ഏതായാലും ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ദൗത്യം ഭംഗിയായി പൂർത്തിയാക്കിയിരിക്കുന്നു. വിവിധ സംഘങ്ങളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഇന്ത്യയുടെ നിലപാട് മറ്റ് രാജ്യങ്ങളിൽ വ്യക്തമാക്കുന്നതിന്. അതേസമയം നമുക്കറിയാം, പാകിസ്ഥാനും ഇതുപോലുള്ള സംഘങ്ങളെ പലയിടത്തേക്കും അയച്ചുവെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾ താങ്ങാനാകാതെ തിരിച്ചു വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി.